ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു കർഷകനെയാണ്. ആ കർഷകൻ ഈ 35 വർഷമായി ഇവിടെയാണ് കൃഷി ചെയ്തു വരുന്നത്. അതുപോലെ തന്നെ ആ കർഷകൻ എൻ്റെ വെല്ലിച്ചനാണ്. വെല്ലിച്ചൻ്റെ പേര് ഗോവിന്ദൻ ടി ആർ എന്നാണ്. അപ്പോൾ നമ്മൾ ഇന്റർവ്യൂവിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് കൃഷിയിലേക്ക് കടന്നു വന്നത്? കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 40 വർഷമായി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. നെൽകൃഷിയാണ് പ്രധാനമായിട്ടും വരുമാനമാർഗം. നെൽകൃഷി തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? അന്നത്തെ കാലത്ത് പട്ടിണിയും ദാരിദ്ര്യമാണ്. നെൽകൃഷിയാണ് നല്ലത്. എന്തൊക്കെ നെല്ലിനങ്ങളാണ് കൃഷി ചെയ്യുന്നത്? കയമ, സിയോൻ, പിന്നെ അയ്യാറെട്ട്, ഇങ്ങനെയുള്ള നെല്ലിനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ഈ നെല്ലിനങ്ങൾ തിരഞ്ഞെടുക്കാൻ എന്താണ് കാരണം? ഉൽപാദനം കൂടുതൽ. നെൽകൃഷിയുടെ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? നിലമൊരുക്കുക ആദ്യം, പിന്നെ കാള കൂട്ടുക. നിലമൊരുക്കാൻ വേണ്ടി കാള കൂട്ടുക. കാള കൂട്ടി ഞാറിടുക. ഞാറിട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാറ് പറിച്ച് നാട്ടി കണ്ടമൊരുക്കി നാട്ടി വെക്കുക. നാട്ടി വെച്ചിട്ട് അത് സിയോ വെക്ക, കയമ വെക്ക. അതാ കൃഷി ചെയ്യാൻ നല്ലത്. ഉൽപാദനം കൂടുതൽ അത് ചെയ്യാം. ഏത് തരത്തിലുള്ള വളങ്ങളാണ് ഉപയോഗിക്കാറ്? അന്ന് ജൈവ വളങ്ങളാണ് ഉപയോഗിക്കാറ്. ചവറ്, ചാണകം, പിന്നെ രാസവളം കുറച്ച്. അന്ന് രാസവളങ്ങളൊന്നുമില്ല. എന്തൊക്കെയാണ് കൃഷി ചെയ്യാറ്? വാഴ കൃഷിയുണ്ട്, കപ്പ കൃഷിയുണ്ട്. വാഴ കൃഷിയുണ്ട്, ഏത്തവാഴ കൃഷിയുണ്ട്, കപ്പ കൃഷികളുണ്ട്. പണ്ടത്തെ കൃഷി രീതിയും ഇന്നത്തെ കൃഷി രീതിയും തമ്മിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇന്നത്തെ ദേശം രാസവള പ്രയോഗമാണ് നടക്കുന്നത്. അന്ന് ജൈവവളം ചവറ്, ചാണകം എന്നിവയാണ് അന്നത്തെ കൃഷി ചെയ്തത്. ഇന്നത്തെ നേരം അത്യുൽപാദന ശേഷിയിലെ വിത്തിനങ്ങളാണ് പരിശോധിച്ച്. അതുകൊണ്ട് നെല്ലുൽപാദനം ഇപ്പം കൂടുതലുണ്ട്. അന്നത്തെ കാലത്തെ നേരം വിഷം രഹിതമായ കൃഷിയാണ്. എന്തൊക്കെ കൊണ്ടാവാം ആൾക്കാർ ഇന്ന് കൃഷി ചെയ്യാൻ മടിക്കുന്നത്? കൂലി കൂടുതൽ, കൂലിച്ചെലവ് കൂടുതൽ. പിന്നെ ഇന്ന് അധ്വാനിക്കാൻ ആർക്കും താല്പര്യമില്ല. കൈക്കോളം ജോലിയാണ് ആവശ്യം. എല്ലാവരും രാവിലെ ചെലവ് ഇറങ്ങാനോ കണ്ണ് കൃഷിക്കൊന്നും ഇറങ്ങുന്നില്ല. എല്ലാവരും രാവിലെ തന്നെ നല്ല രീതിയിൽ ഷർട്ട് കൊണ്ടുകൊടുത്ത് നടക്കാനാണ് താല്പര്യം. ഒരു ഫോണും കയ്യിൽ പിടിച്ച് ഒരു കർഷകൻ എന്ന നിലയിൽ ഇപ്പോഴത്തെ തലമുറയോട് എന്തെങ്കിലും പറയാനുണ്ടോ? നന്നായി അധ്വാനിച്ചാൽ സുഖമായി ജീവിക്കാം. ഇതാണെന്ന് പറയാൻ. നല്ല രീതിയിൽ വളരെ കൃഷിപ്പണിക്കാൻ ആളെടുത്തിട്ടില്ല. കൃഷിപ്പണിയിൽ എല്ലാ ചെറുപ്പക്കാരും അവരിലേക്ക് തിരിയണം. ഇപ്പോൾ ഇവിടെ ഇന്റർവ്യൂ അവസാനിക്കുന്നു. താങ്ക് യു.